അടിമാലി കല്ലാറിൽ പാറക്കാട്ടിൽ അനീഷിന്റെ വീട്ടിലേക്ക് കൂറ്റൻ പാറക്കല്ല് വീണ് വീട് പൂർണ്ണമായും നശിച്ചു. അനീഷിന്റെ മൂത്തമകൾ അഞ്ജലിക്ക് കാലിന് പൊട്ടലും ദേഹത്തിന് ചതവുമേറ്റു. മറ്റു കുടുംബാംഗങ്ങൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കഴിഞ്ഞ രാത്രി 10 മണിയോടെയാണ് വീടിന് പിറകിൽ സ്ഥിതി ചെയ്തിരുന്ന പാറക്കഷ്ണം വീട്ടിലേക്ക് പതിച്ച് വീട് പൂർണ്ണമായും നശിച്ചത്. അഞ്ജലിയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പൈനാവ് ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ രാത്രി 10 മണിയോടെയാണ് സംഭവം. അടിമാലി കല്ലാർ പാറക്കാട്ടിൽ അനീഷിന്റെ വീട്ടിലേക്കാണ് വീടിന് പിറകിൽ സ്ഥിതി ചെയ്തിരുന്ന കൂറ്റൻ പാറക്കല്ല് അടർന്നു വീണ് വീട്ടിലേക്ക് പതിച്ച് വീട് പൂർണ്ണമായും നശിച്ചത്. അനീഷും ഭാര്യ സുധയും 3 മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. മൂത്ത മകൾ അഞ്ജലിക്ക് പാറക്കഷ്ണം വീട്ടിലേക്ക് പതിച്ച് ഭിത്തി ഇടിഞ്ഞു വീണ് കാലിന് പൊട്ടലും ദേഹത്ത് ചതവുമേറ്റു. അനീഷിന്റെ ഭാര്യ സുധയും മറ്റ് 2 മക്കളും മറ്റൊരു മുറിയിലായിരുന്നു. അതിനാൽ നിസാര പരിക്കുകളോടെ ഇവർ രക്ഷപ്പെട്ടു. പരിക്കേറ്റ അഞ്ജലി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പൈനാവ് ആശുപത്രിയിലേക്ക് മാറ്റി. 10 മണിയായിട്ട് ഒരു ഒച്ച കേട്ടിട്ട് ഞങ്ങളൊക്കെ എണിച്ചായിരുന്നേ. കൊച്ച് ഈ മുറിയിൽ കിടക്കുമായിരുന്നു, ഈ ഇടിഞ്ഞു പോയ മുറിയിൽ. കൊച്ച് ഒച്ച കേട്ടിട്ട് ഇറങ്ങി വറതുക്കുള്ളടി ഈ ചെവറ് മൊത്തം ഇടിഞ്ഞ് കൊച്ചിൻ്റെ പുറത്ത് വീണായിരുന്നു. കൊച്ച് അകത്തായിപ്പോയി. പിന്നെ എല്ലാവരും വന്നിട്ടാണ് എടുത്തത്. ഞങ്ങൾക്ക് സ്കൂളിലിരുന്ന് ഒരു സഹപാഠിക്ക് ഒരു വീട് കിട്ടിയതായിരുന്നു. മേലിരുന്ന് ഒരു പാറ വന്ന് വീഴുന്നിട്ടാണ് ഈ വീട് ഇടിഞ്ഞു പോയത്. ഇത് 2 പിള്ളേരും ഞാനും വേറെ ഒരു മുറിയിലാണ് കിടന്നത്. കൊച്ച് ഈ മുറിയിൽ കിടന്ന കാരണം കൊച്ചിന് പരുക്ക് പറ്റി. കൊച്ചിനെ ഇപ്പോൾ ആസ്പത്രിക്ക് കൊണ്ടുപോവുക. രാത്രി കൊണ്ടുപോയായിരുന്നു. അവിടെ ഡോക്ടർ ഇല്ലാത്ത കാരണം പറഞ്ഞു വിട്ട് ഇപ്പോൾ വേറെ ആസ്പത്രിക്ക് കൊണ്ടുപോവുക. ഞങ്ങൾക്ക് കിടപ്പാടും ഇല്ല. പിള്ളേർ ഒരാൾ 10ാം ക്ലാസ്സിലും ഒരാൾ +2ലും പഠിക്കുക. പരീക്ഷ എഴുതണം. എവിടെ കിടക്കണം ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ അടുത്താണെങ്കിലും വാടകയ്ക്ക് പോകാൻ പോലും ഒരു നിവൃത്തിയില്ല. കെട്ടിയവനക്കാണെങ്കിൽ അറ്റാക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കാരണം ഞാൻ മാത്രം പണിക്ക് പോകണുള്ളൂ. കെട്ടിയവന് 1-2 പണിക്ക് പോകും. വേറെ ഒരു ഇതും ഇല്ലാത്ത കാരണം എന്നെ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. മറ്റു 2 മക്കളായ അഭിരാമിക്കും അശ്വതിക്കും പരിക്കേറ്റു. കല്ലാർ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സഹപാഠിക്ക് ഒരു വീടെന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകിയതാണ് ഇവരുടെ വീട്. വീട് പൂർണ്ണമായി നശിച്ചതോടെ ഇവർക്ക് കിടപ്പാടമില്ലാതാകുകയും മറ്റു വാടക വീടെടുക്കുന്നതിന് നിവൃത്തിയില്ലെന്നും നിർധന കുടുംബം പറയുന്നു. വീട്ടിലെ വീട്ടുപകരണങ്ങളടക്കം പൂർണ്ണമായും നശിച്ചു. 10ലും +2നും പഠിക്കുന്ന കുട്ടികളുടെ പഠനം പ്രതിസന്ധിയിലായതായും കിടപ്പാടമില്ലാത്തതിനാൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണെന്നും കുടുംബം പറഞ്ഞു. ഭാര്യ സുധയുടെ ഏക വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ടു പോകുന്നത്. അനീഷിന് അറ്റാക്ക് വന്നതായും രോഗാവസ്ഥയിലായതിനാൽ കുടുംബത്തിന് മറ്റ് വരുമാന മാർഗങ്ങളില്ലെന്നും ഇവർ പറയുന്നു. രാത്രിയിൽ ഒച്ചകേട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്താണ് അഞ്ജലിക്ക് ഗുരുതരമായി പരിക്കേറ്റതെന്നും സുധ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.